എനിക്കൊരു നമ്പർ തന്നു, എനിക്ക് അറിയാവുന്ന ഒരാള് മമ്മൂക്കാന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ തന്നിരുന്നു. ആ കുട്ടിക്ക് ഒരു നന്മ ചെയ്യൂ എന്ന് എന്റെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു. വിളിക്കാനുള്ള ധൈര്യം വിളിച്ചിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തത്. അപ്പൊ ടെക്സ്റ്റ് ചെയ്തപ്പോ മമ്മൂക്കയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് വിൻസി എന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതി. അത് മാത്രമായിട്ട് വിൻസി അപ്പം യെസ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. ആരാധിക്കുന്ന അല്ലെങ്കിൽ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു നടൻ അങ്ങനെ എന്നെ വിളിക്കുമ്പോഴത്തേക്കിനും നോട്ട് അതങ്ങനെ എനിക്ക് എന്നെ അങ്ങനെ വിളിച്ച് കേൾക്കാനാണ് താല്പര്യം. പിന്നെ അങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഫിലിം ഫെയറിന്റെ സമയത്താണ് മമ്മൂക്കാനെ നേരിട്ട് കണ്ടത്. അപ്പൊ മോൺ സ്റ്റേജിൽ സംസാരിക്കുന്നതിനിടെ ഞാൻ ചോദിച്ചു, ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഞാൻ ഇതിനൊക്കെ ഞാനൊരു പുള്ളിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ശത്രുക്കൾക്ക് പോലും അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ മമ്മൂക്കല്ലേ എന്നെ വിൻസിന്ന് വിളിച്ചേ. ഞാനത് ചോദിക്കരുതായിരുന്നു. ചോദിച്ചു. അവൻ പറഞ്ഞു അല്ല, എന്റെ നമ്പർ വേണമെങ്കിൽ ജോർജേട്ടനോട് ചോദിച്ചാൽ മതി, ജോർജേട്ടൻ തരും മമ്മൂക്ക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി കിട്ടിയിട്ടിരിക്കണേ. അപ്പം ഇത്രയും കാലം ഞാൻ മെസ്സേജ് അയച്ചോണ്ടിരുന്ന മമ്മൂക്കല്ല. ഒരാവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നാണോ നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. അവനാണ് സ്വല്പം പെശക. ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. അപ്പൊ ഞങ്ങളെന്നാ പോട്ടെ.